ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയത് മുതലാണ് ബേബി ഷോയുടെ ഭാഗമായി നടക്കുന്ന മത്സരാർത്ഥികളുടെ PR വർക്കുകൾ കൂടുതൽ ചർച്ചാ വിഷയമായത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി PR-നെ വെച്ചത് അനുവാണെന്ന് പറയപ്പെടുന്നു. 6-ാം സീസണിൽ വിജയിയായ ജിൻഡോയ്ക്ക് വേണ്ടി PR ചെയ്ത അതേ വിനുവാണ് ഇത്തവണ അനുവിന് വേണ്ടിയും പ്രവർത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. 16 ലക്ഷത്തിനടുത്ത് പണം മുടക്കിയാണത്രേ അനു PR-നെ വെച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഇതുവരെയും അനു ഇതൊന്നും സമ്മതിച്ചിട്ടില്ല. PR വർക്കിന്റെ ഭാഗമായി കേരളത്തിലെ പ്രമുഖ യൂട്യൂബേഴ്സിന് വിനു പണം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുൻ ബിഗ് ബോസ് താരം സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ പ്രതികരിച്ചു. ഒപ്പം 3 മാസം കൊണ്ട് ബിഗ് ബോസ് വീഡിയോകളിലൂടെ താൻ നേടിയ യൂട്യൂബ് വരുമാനവും സായി കൃഷ്ണ വെളിപ്പെടുത്തി. ഞാൻ ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിരുന്നു. അതിൽ അനുവിന്റെ PR ആയ വിനു ക്യാഷ് കൊടുത്ത് കുറെ യൂട്യൂബർമാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. വ്യൂവർഷിപ്പ് അത്യാവശ്യമുള്ള യൂട്യൂബ് ചാനലുകൾ ഉള്ളവർ ക്യാഷ് വാങ്ങി ഒരാൾക്ക് വേണ്ടി വീഡിയോ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. 13 ലക്ഷം മുതൽ 16 ലക്ഷം വരെ കൊടുത്താകണം അനു വിനുവിന് PR കൊടുത്തത്. അതിൽ 7 ലക്ഷമെങ്കിലും ഇപ്പോൾ കിട്ടിക്കാണണം. ഇത് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ശരിയെന്ന് ചോദിച്ചപ്പോൾ വിനു കണക്ക് പുറത്തുവിടാൻ കഴിയില്ല, എത്തിക്സ് ആണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ യൂട്യൂബേഴ്സിനെ പണം കൊടുത്ത് സ്വാധീനിച്ചുവെന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക ചാനലുകളും പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വന്നു തുടങ്ങുമ്പോൾ മുതൽ വീഡിയോകൾ ഇട്ടു തുടങ്ങും. അപ്പോൾ ഒരു വർഷത്തിൽ 6 മാസത്തോളം ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോകൾ ഇടുന്ന ചാനലിന് നല്ലൊരു വരുമാനം അതുവഴി ലഭിക്കുന്നുണ്ടാകും. മിക്കതിനും നല്ല വ്യൂവർഷിപ്പും ഉണ്ട്. അതിനാൽ PR വിനു നൽകുന്ന നിസ്സാര തുക ആവശ്യമായി വരില്ല. ഞാൻ ഈ സീസണിൽ വീഡിയോ വഴി ഉണ്ടാക്കിയ വരുമാനം 26 ലക്ഷത്തിന് മുകളിലാണ്. ഒരു ദിവസം 1-2 ബിഗ് ബോസ് വീഡിയോകൾ മാത്രം ഇടുന്നയാളാണ് ഞാൻ. എനിക്ക് ഇത്ര വരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ദിവസം നിരവധി വീഡിയോകൾ ഇടുന്ന യൂട്യൂബ് ചാനലുകളുടെ വരുമാനം എത്രയാകുമെന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് എന്തിനാണ് PR-ന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ചയായ 50,000 രൂപ? പല ചാനലുകൾക്കും വോട്ട് മറിക്കാനുള്ള കഴിവ് വരെയുള്ളവരാണ്. അതുപോലെ PR ടീം തിരിച്ചു കൊത്തിയാൽ വിശ്വാസ്യത പോകും എന്നുള്ളതുകൊണ്ടും അത്തരം ചാനലുകൾ PR-ന് വേണ്ടി വീഡിയോ ചെയ്യാൻ സാധ്യതയില്ല. ആരും സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടില്ലല്ലോ. എന്റെ ഭാര്യ സ്നേഹയുടെ മാമന്റെ കേസ് വരെ വീഡിയോ ആക്കിയ ഞാൻ വിനു പറഞ്ഞാൽ വീഡിയോ ചെയ്യുമോയെന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നെ പോലുള്ള ചാനലുകളെ വിലയ്ക്ക് വാങ്ങാൻ PR-കൾക്ക് പറ്റില്ല. നമ്മളെ പോലുള്ള ചാനലുകൾ നല്ലൊരു വരുമാനം സ്വന്തം ഉണ്ടാക്കുന്നവരാണ്. എന്റെ സർവൈവലാണ് എന്റെ ജോലി. അതിന്റെ ക്രെഡിബിലിറ്റി ഞാൻ കളയുമോ? മാനിപ്പുലേഷൻ എന്നെ വെച്ച് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കണ്ടന്റ് കൊടുത്താലേ പുറത്ത് PR പണിയെടുക്കുന്നുവെന്ന് അനുവിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന വിഷയമാണെങ്കിൽ കൂടിയും അനു അതിലും കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നും സായി കൃഷ്ണ പറയുന്നു.